ഹലോ ഫ്രണ്ട്സ്, ലോജിസ്റ്റിക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത്. കുറേ പേര് ലോജിസ്റ്റിക്സ് പഠിച്ച് നല്ല ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ. ഫസ്റ്റ് ലോജിസ്റ്റിക്സ് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ലോജിസ്റ്റിക്സ് വഴിയാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു അസംസ്കൃത വസ്തു വഴി നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ട്രാൻസ്പോർട്ടേഷൻ വഴി അതിൻ്റെ സഹായത്തോടെ എല്ലാം നമ്മളെ കയ്യിൽ ഒരു ഷോപ്പിൽ നിന്ന് നമ്മളതൊരു പ്രോഡക്റ്റായിട്ട് വാങ്ങി നമ്മളെ കയ്യിൽ എത്തുന്ന വരെ എല്ലാ പ്രോസസ്സും ലോജിസ്റ്റിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പറയുകയാണെങ്കിൽ ഇതിൻ്റെ 6 മാസത്തെ കോഴ്സ് പഠിക്കണമെങ്കിൽ തന്നെ ഏകദേശം എല്ലായിടത്തും 70,000 കൂടുതൽ രൂപ കൊടുത്ത് നമുക്കിത് പഠിക്കാൻ പറ്റും. 60 ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ 70+ആണ് 6 മാസത്തെ ഒരു കോഴ്സ് പഠിക്കും. ഒരു വർഷമാണെങ്കിൽ അത് 1,00,000 മേലെ പോകും, 140 അടുപ്പിച്ചു പോകും. പിന്നെ എൻ്റെ ഡിഗ്രി ലെവലുണ്ട്. പിന്നെ MBA പഠിക്കുന്നവർക്കുണ്ട്. MBA പഠിച്ച് അതിൽ നിന്ന് ലോജിസ്റ്റിക്സ് എടുക്കുന്നവരുണ്ട്. ഇനി നമ്മൾ ഈ 6 മാസത്തെ കോഴ്സൊക്കെ പഠിച്ച് ഇവർ ഓഫർ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു വൈറ്റ് കോളർ ജോബാണ് എന്നതാണ് ഇവർ നമുക്ക് ഓഫർ ചെയ്യണ ഏറ്റവും വലിയ സംഭവം. പിന്നെ ഒരുപാട് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും തരും. ഇപ്പോൾ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം. ഒരു 6 മാസത്തെ കോഴ്സ് പഠിച്ചാൽ എത്ര രൂപയാവും, എന്താണ് ലോജിസ്റ്റിക്സ് കൊണ്ടുള്ള ഉപകാരം, നാടിനുള്ള ഉപകാരം, എന്താണ് ജോലി, ഇതൊക്കെയാണ്. അപ്പോൾ ഇവർ പറയണത് എന്താണ്, ഇതൊരു വൈറ്റ് കോളർ ജോബാണ്. സത്യത്തിൽ ഇതൊരു വൈറ്റ് കോളർ ജോബാണോ എന്ന് ചോദിച്ചാൽ 6 മാസം പഠിക്കുന്നവർക്ക്, അതായത് 6 മന്ത് കോഴ്സ് എടുക്കുന്നവർക്ക് ഇതൊരു വൈറ്റ് കോളർ ജോബല്ല. ചുമട്ട് തൊഴിലാളി പോലെ തന്നെ ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ അവരുടെ തന്നെ ചില പ്ലേസ്മെൻറ്റ് ചില കമ്പനികളിലൊക്കെ നമ്മൾ പോകുമ്പം ആദ്യം നമുക്ക് അവരെയാണ് ജോലി എന്ന് വെച്ചാൽ ചിലപ്പോൾ പിക്കിങ്, പാക്കിങ് ഇതൊക്കെ ഉള്ളതാണ്. അതായത് ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുക, അതിനെ ക്രമീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ സ്കാനിങ്, QR കോഡ് സ്കാൻ ചെയ്തൊക്കെ. ഇതൊന്നും പഠിക്കാൻ സത്യം പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് പഠിക്കേണ്ട കാര്യമില്ല, വേസ്റ്റാണ്. അതായത് മിക്കയിടത്തും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ കാര്യം അവർ ചോദിക്കുന്ന കാര്യം ലോജിസ്റ്റിക്സ് പഠിച്ചിട്ടാണോ വന്നത് അതോ അല്ലാതെയാണോ വന്നത്. ഇത്തിരി പൊട്ടന്മാരാണ് നമ്മൾ. ആ ഒരവസ്ഥ നമ്മൾ എന്തായാലും പല സ്ഥലങ്ങളിലും ഫേസ് ചെയ്യും. ഒരുപാട് കമ്പനികളാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകുമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരുപാട് കമ്പനികൾ ഇതാണ്. അവർക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ലോജിസ്റ്റിക്സിനെ പറ്റി ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നില്ല. എന്ന് ജോയിൻ ചെയ്യും എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. നമ്മളെ ജോലി എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഡാറ്റ പോലും ആഡ് ചെയ്യേണ്ട ഒരു ജോലി നമുക്ക് തരില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടും നമുക്ക് ഓഫർ ചെയ്യണ പല കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് Excel പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് SAP മറ്റതും മറിച്ചത് കമ്പ്യൂട്ടർ കോഴ്സ് ഇന്നതൊക്കെ തരുമെന്ന് പറയും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും പല കമ്പനികളിലും ഈ Excel പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല, MS ഓഫീസ് പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല. കാരണം അവർക്ക് അവരുടേതായ തന്നെ കുറേ ഓൺ സൈറ്റുകളും അവരുടെ തന്നെ കുറേ സോഫ്റ്റ്വെയറൊക്കെ കാണും. അതിലായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ഡാറ്റ എൻട്രി ചെയ്യണത്. പിന്നെ പലരും വിചാരിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി എടുത്ത് നമുക്കങ്ങ് മലത്തി തരുമെന്ന്. ഒരു പുല്ലും തരാൻ പോലില്ല. വിഴിഞ്ഞത്ത് ഓൾറെഡി ഇപ്പോൾ 1000 താഴെ മാത്രമേ തൊഴിലാളികളുള്ളൂ. ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞ് ഇതൊരു വലിയ പോർട്ടായാലും മാക്സിമം 3000-4000 തൊഴിലാളികൾ കാണുമെന്നാണ് പറയുന്നത്. കാരണം ഇത് മാക്സിമം വർക്ക് ചെയ്യണത് നല്ല റിമോട്ട് കൺട്രോൾ പോലത്തെ പരിപാടി വഴിയാണ്. അതിൻ്റെ കണ്ടെയ്നർ വരെ എടുക്കണമെന്ന് വെച്ചാൽ ഫുൾ നമുക്കൊരു ബിൽഡിങ്ങിനകത്ത് നിന്ന് അത് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ലെവലിലാണ് അത് വർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള സാലറി, നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒന്നാധാരണ ദുരന്തം ജോലിയാണ്. അവർ ലോജിസ്റ്റിക്സ് പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ അവർ ആ ജോലി കൊടുക്കും, അത് വേറെ കാര്യം. പിന്നെ ചിലരൊക്കെ ഇപ്പോൾ പറയാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇങ്ങനെയാണ്, അത് കഴിഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകില്ല. മിനിമം ഒരു MBA ലോജിസ്റ്റിക്സ് ഒക്കെ എടുത്ത ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റാർട്ടിങ് തന്നെ ഒരു 25 രൂപയെങ്കിലും കയ്യിൽ കിട്ടും. പിന്നെ സാലറി മിക്കതും നമ്മൾ ഏതെങ്കിലും ഏജൻസിയുടെ കീഴിൽ കൂടെ ആയിരിക്കും ജോലി സെലക്ട് ചെയ്ത് പോണത്. ഈ ഏജൻസിക്കാർ മാസം നമ്മളെ ഒരു 2000 രൂപ തൂക്കും. നമ്മൾ പോലും അറിയില്ല. ഈ ഏജൻസി ആയിരിക്കും നമുക്ക് പൈസ തരണത്, ഡയറക്റ്റ് കമ്പനി ആയിരിക്കില്ല ചില സാഹചര്യങ്ങളിൽ. അല്ലാതെ തരാൻ നമ്മളൊരു 16,000 ഈ റേഞ്ചൊക്കെ ആയിരിക്കും. ഇതിൽ 2000 to 2100 രൂപ ഇവർ PF അത് ഇതെന്നൊക്കെ പിടിച്ചു പോകും. കയ്യിൽ കിട്ടണ ഒരു 13,000-14,000 രൂപയൊക്കെ ആയിരിക്കും. ഈ കമ്പ്യൂട്ടറിലാണ് വർക്കെങ്കിൽ, അതായത് ഡാറ്റ എൻട്രി പോലത്തെ വർക്ക് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് വർക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും ഈ പിക്കിങ് പാക്കിങ് തന്നെയാണ്. ഇതൊന്നും ഒരു യൂസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ സത്യത്തിൽ ഇന്ത്യയിൽ ലോജിസ്റ്റിക്സ് പഠിച്ച് പിള്ളേരൊക്കെ അടിമപ്പണിയാണ് ചെയ്യണത്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ അടിമപ്പണിയാണ് ചെയ്യണത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരുപാട് പേര്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള യുവാക്കളുള്ള നമ്മൾ തിരുവനന്തപുരം എന്നാണ് പറയണത്. ഒരു 5-6 വർഷം മുമ്പ് അതായിരുന്നു. ഇപ്പം മാറിയോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പിള്ളേർക്ക് CC അടച്ചാൽ മതി, വണ്ടിയിലെ ഫിനാൻസ് അടങ്ങി പോയാൽ മതി, മൊബൈൽ എടുത്താൽ മതി, അതിൻ്റെ ഫിനാൻസ് അടച്ചാൽ മതി, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ്. ഹെൽമെറ്റ് വെച്ചാൽ മതി, ഹെൽമെറ്റ് വാങ്ങിയാൽ മതി, അടുത്ത് പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ട്, ഇതൊക്കെയാണ് ആഗ്രഹം. 10,000 രൂപയ്ക്ക് ഒരു ജോലി ആളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളെ സാലറി ഇവന്മാർ കൂട്ടിത്തരില്ല.
പക്ഷെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പോളണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ, അതായത് ഏറ്റവും ബേസിക് ജോലിയായിട്ട് പിക്കിംഗ് പാക്കിംഗ് ആണെങ്കിൽ പോലും സ്റ്റാർട്ടിങ് തന്നെ ഒരു 75,000 രൂപയ്ക്ക് മേലെ ഉണ്ട്. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ലോജിസ്റ്റിക്സ് പഠിച്ച് വലിയ ആളാവാം, വൈറ്റ് കോളർ ജോബാണെന്ന് വിചാരിച്ചിരുന്ന ഇരിക്കത്തേ ഉള്ളൂ, മൂഞ്ചി ഇരിക്കത്തുള്ളൂ, ഉള്ള കാര്യം പറയാം, അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും മേലോട്ട് പോവില്ല. ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ മാക്സിമം പുറത്തോട്ട് പോവാം, വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലോ അങ്ങോട്ടൊക്കെ പോയി രക്ഷപ്പെടുക എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ. അത് തന്നെയാണ് സത്യവും. ഇനി നിങ്ങൾ കേരളം വിട്ട്, അതായത് ഇന്ത്യക്കകത്ത് തന്നെ ഏതെങ്കിലും ചെന്നൈ, ബാംഗ്ലൂർ ഇതുപോലത്തെ സ്ഥലത്ത് പോയാൽ അവിടെ ഒരു 25 മാക്സിമം 25 കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ 6 മന്ത് പഠിച്ച ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഈ ഡിഗ്രി ക്വാളിഫിക്കേഷനിലുള്ള ജോലിക്കുള്ള വേക്കൻസി അധികം വരാറില്ല, വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ. ഡിഗ്രിയും ലോജിസ്റ്റിക്സും ഉള്ളവർക്ക് കൂടുതലും +1 +2 10 ഈ ലെവലിലുള്ളവർക്കും പിന്നെ അതിൻ്റെ കൂടെ 6 മാസം ലോജിസ്റ്റിക്സ് എടുത്തവർക്ക് അവർക്കുള്ള ജോലിയാണ്. അവർക്കൊക്കെ ഇതേപോലത്തെ അടിമപ്പണി, നമ്മൾ പഞ്ചാബി ഹൗസിലുള്ള രമണൻ്റെ പണി തന്നെയാണ് തരാൻ പോണത്. ലീവും കാര്യങ്ങളൊന്നും വലുതായിട്ട് കാണൂല. മാക്സിമം നിങ്ങൾ ഈ ജോലി എടുക്കുകയാണെങ്കിൽ പുറത്തു പോകാൻ നോക്കുക, ഇവിടെ നിന്നാൽ ഒരിക്കലും ഒരു യൂസും ഇല്ല. അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ മാക്സിമം ലാംഗ്വേജ് മസ്റ്റാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ പല വേറെ ഏതെങ്കിലും ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങൾ പോകണമെങ്കിൽ അവർ മാക്സിമം ഹിന്ദിയൊക്കെയാണ് ചോദിക്കുന്നത്. എറണാകുളത്ത് പോയി ജോലി ചെയ്താൽ പോലും അവർ ഹിന്ദി അറിയാമെന്നൊക്കെയാണ് ചോദിക്കുക. അതായത് ആ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ലോക്കൽ ലാംഗ്വേജ് ഇവിടെ പഠിച്ചു വെച്ചിരിക്കണം, മസ്റ്റാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ എവിടെ പോലും രക്ഷപ്പെടാൻ പറ്റൂ. അതിന് ലോജിസ്റ്റിക്സ് പഠിച്ചാൽ ഏത് കോഴ്സ് പഠിച്ചാലും അതുകൊണ്ട് ലോജിസ്റ്റിക്സിൽ കയറി വലുതായിട്ട് ഊമ്പൽ ഉള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് പഠിച്ച് രക്ഷപ്പെടണമെന്നാണെങ്കിൽ ഒരിക്കലും നമ്മളെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊരു ചിന്ത വേണ്ട. പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു കോഴ്സ്. അല്ലാത്ത പക്ഷം നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത് 70,000 രൂപ കൊടുത്ത് ചുമ്മാ ഒരു 6 മാസം കളയുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, ബൈ.